വന്നോ? അശ്വിനി, പൂജ, നീ എന്തിനാ വന്നത്? അതിനെ ഇങ്ങോട്ട് സ്ഥലം മാറി വന്നപ്പോ വാടക കുറവ്, അഡ്വാൻസും ഇല്ല, പിന്നെ കൂട്ടി കിടക്കുന്നൊരു വീടും കണ്ടപ്പോ പെട്ടുപോയി. അതങ്ങനെ വെറുതെ പൂട്ടിയിട്ടതല്ല. പിന്നെ 30 വർഷങ്ങൾക്ക് മുമ്പ് മനോഹരമായൊരു ജീവിതത്തിന്റെ സ്വപ്നങ്ങളുമായി ഞങ്ങൾ ഈ വീട്ടിലേക്ക് വന്നു. ജീവിതത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെയേറെ പ്രതീക്ഷകളുണ്ടായിരുന്നു. ഞങ്ങളുടെ ഇടയിൽ സ്നേഹം ഉണ്ടായിരുന്നു, ചിരിയുണ്ടായിരുന്നു, ഇണക്കവും പിണക്കവും ഉണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ അദ്ദേഹത്തിന് വിദേശത്ത് ജോലി ശരിയായി അവിടേക്ക് പോവേണ്ടി വന്നു. ഇടയ്ക്കിടെ കത്തുകൾ വന്നിരുന്നു. പിന്നീട് അതില്ലാതെയായി. ഈ ചുവരുകൾക്കുള്ളിൽ ഞങ്ങൾ ഒറ്റയ്ക്ക്. ഞാൻ ഭ്രാന്തമായി നിലവിളിച്ചു. ആരും വന്നില്ല. ഞാൻ നിരന്തരമായി കത്തുകൾ എഴുതി അങ്ങോട്ടേക്ക് അയച്ചു. പക്ഷെ ഒന്നിനും ഒരു മറുപടിയും വന്നില്ല. അദ്ദേഹം എന്തെങ്കിലും വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ കാത്തിരുന്നു. പക്ഷെ വന്നില്ല. കടക്കാരുടെ ശല്യം താങ്ങാവുന്നതിലും അപ്പുറമായി. ഒടുവിൽ എനിക്ക് തീരുമാനം എടുക്കേണ്ടി വന്നു. അങ്ങനെ ഞാനും ഒന്നും അറിയാത്ത എൻ്റെ മോനും ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇതൊക്കെ ഇപ്പോ എന്നോട് പറയാനുള്ള കാരണം എന്താണ്? എനിക്ക് മാത്രം എന്തുകൊണ്ട് മോക്ഷം കിട്ടിയില്ല എന്ന് നിനക്കറിയാമോ? അദ്ദേഹം ഞങ്ങളെ ഉപേക്ഷിച്ചതല്ല, പിന്നെ ഒരു ചതിയിൽപ്പെട്ട് ജയിലിലായി പോയതാ. എന്നെ ചതിച്ചത് എന്റെ ചിന്തകളാ. അതെല്ലാം ശരിയാണെന്ന് ഞാൻ വിചാരിച്ചു പോയി. പിന്നെ ഇതൊക്കെ ഞാൻ നിന്നോട് പറയുന്നതേ എന്റെ വിഷമം നീ മനസ്സിലാക്കുമെന്ന് എനിക്കറിയാം. അതെങ്ങനെ? കാരണം ആദിത്യ നിനക്ക് അറിയാം. അർണേട്ടാ, നമുക്ക് നാളെ എന്താ പറ്റിയേ? ജീവനെ
അരുണേട്ടാ ആ? പ്രേമില്ല. വെറുതെ നമ്മളെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വാ പടി വാ. വർഷങ്ങളായിട്ട് പറയുന്നതാ അമ്പലത്തിൽ പോവാന്ന്. അപ്പോഴൊന്നും കേൾക്കാത്ത ആളാ. പെട്ടെന്നൊരു അമ്പലത്തിൽ പോക്ക്. ആ ഇല്ലില്ല, എവിടെയൊന്നും പറഞ്ഞിട്ടില്ല. പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങിയതാ. ഇന്നലെ തന്നെ അവള് സ്റ്റേഷനിൽ ഇറക്കിയിട്ടാ വരുന്നേ. ആ അവള് ബാംഗ്ലൂർക്ക് പോയി. ആ ഇല്ലില്ല, വഴിപാടൊന്നുമില്ല. വഴിപാടൊക്കെ ഞാൻ നേരത്തെ പോയി ചെയ്തതാ. ഞങ്ങളുടെ മരണം അദ്ദേഹത്തിനൊരു തീരാവേദനയാണ്. നീ അദ്ദേഹത്തെ പോയി കാണണം. ഞങ്ങളുടെ അവസാന ഓർമ്മയായ ആ ഫ്രെയിം അദ്ദേഹത്തെ ഏൽപ്പിക്കണം.